السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമോദിയും കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി നമുക്ക് സമാഗതമാവുകയാണ്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ അസുലഭ നിമിഷത്തിൽ ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇത്തരം ആഘോഷങ്ങൾ പരസ്പരം സന്തോഷം പങ്കിടുവാനും വേദനകൾ മറന്ന് പുഞ്ചിരിക്കുവാനും നബിക്ക് ലഭിക്കുന്ന അസുലഭങ്ങളായ അവസരങ്ങളാണ്. കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ചുകൂടി അകന്ന ബന്ധുക്കൾ കൂടിച്ചേർന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുടുംബത്തിലും വീട്ടിലും സന്തോഷം കളിയാടുകയാണ്. നമ്മൾ വേദനകൾ മറക്കുകയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിൽ കുടുസായിപ്പോയ മനുഷ്യ മനസ്സിനെ വിശാലമാക്കുകയാണ് ഈദിൻ്റെ ആഘോഷങ്ങൾ. അപാലവൃദ്ധം ജനങ്ങളുമായി സൗഹൃദം പങ്കുകയും ഈദാശംസകൾ കൈമാറുകയും ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ഇടുങ്ങിയ ചിന്താഗതി മാറി അവിടെ വിശാലത കൈവരികയാണ്. ആഘോഷത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. മനുഷ്യൻ ഒരേ തരത്തിലുള്ള ജീവിതം എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഒരു മാറ്റം അവൻ ആഗ്രഹിക്കുന്നു. കുറേ കാലം ജോലി ചെയ്യുമ്പോൾ ഒരു മാറ്റം വേണം. ഒരു യാത്ര പോകുമ്പോൾ കുറേ കാലം ജോലി ചെയ്യാൻ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഒരു യാത്ര പോകണം, ടൂറ് പോകണം. ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതിപരമായ ഒരു തേട്ടമാണ് അവന് മനസ്സിന് ആനന്ദം ലഭിക്കുന്ന, ആഹ്ലാദം ലഭിക്കുന്ന ആഘോഷങ്ങൾ ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷ ദിവസങ്ങൾ അവരുടെ വീട് മരണവീട് പോലെ ആക്കരുതെന്നാണ് ഇസ്ലാം. ചില ആഘോഷ സന്ദർഭങ്ങളിൽ ചില ആഘോഷങ്ങളും ചില ആഹ്ലാദങ്ങളുമൊക്കെ അനുവദിക്കുന്നുണ്ട്. അല്പം ഗാനാലാപനവും മെയ് അഭ്യാസങ്ങളും സന്തോഷം പ്രകടിപ്പിക്കലുമൊക്കെ പെരുന്നാൾ ദിനത്തിൽ ഉണ്ടാകുന്നതിന് വിരോധമില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. ഒരു പെരുന്നാൾ ദിവസം അൻസാരി പെൺകുട്ടികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പാട്ടുപാടിയപ്പോൾ
അവിടേക്ക് കടന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മിസ്മാരു ഷൈത്താനി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഷൈത്താൻ്റെ വീണകളോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി അബൂബക്കർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദാ വഹാദാ ഈദുന, എല്ലാ സമൂഹത്തിനും ചില ആഘോഷങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ആഘോഷിച്ചു കൊള്ളട്ടെ, ഇത് നമ്മുടെ ആഘോഷ ദിവസങ്ങളാണ്, അവർ പാട്ടുപാടിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. പെരുന്നാൾ സുദിനത്തിൽ പള്ളി പരിസരത്ത് വെച്ച് നടന്ന മെയ് അഭ്യാസം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പ്രവാചകപത്നി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രവാചകൻ. ഇത്തരം ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നുണ്ട്, ഇൽഹാറു സുറൂറി ഫിൽ അയ്യാദി മിൻ ശആഇരിദ്ദീൻ, ആഘോഷവേളയിൽ സന്തോഷം പ്രകടിപ്പിക്കലും ആനന്ദം പ്രകടിപ്പിക്കലും മനസ്സിന് ആനന്ദകരമായ പ്രവർത്തനങ്ങൾ ചെയ്യലും ദീനിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ ഈ അത്തരം ആഘോഷങ്ങൾ അനുവദിക്കുന്നതിലൂടെ ഇസ്ലാം മനുഷ്യൻ്റെ മനസ്സിനെ മരുഭൂമിയാക്കാതെ മരുപ്പച്ചയാക്കുകയാണ് എന്നാണ്. ആഘോഷങ്ങളാകാം, പക്ഷേ അത് മാന്യത അതിലംഘിക്കുന്ന ആഭാസങ്ങളാവരുത്. മദ്യപാനം, ഹറാമ് പ്രവർത്തിക്കുക, ധൂർത്ത് നടത്തുക, ഇതൊക്കെ ആഘോഷങ്ങളിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൻ്റെ മോഹങ്ങളെ ഇസ്ലാം പാടെ നിരോധിക്കുന്നില്ല, മറിച്ച് മതത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ച് അത് നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നാണ്. നിയന്ത്രണങ്ങളും നിയമങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് കൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോഴുള്ള സന്തോഷമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്നാണ്. ഈ രൂപത്തിൽ നമ്മുടെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മഹത്തായ സുദിനത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതും ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ചാണ്, മെസ്സേജുകളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പെരുന്നാളുകൾ, ഒരുപാട് ആഘോഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഈദും നോമ്പും ഹജ്ജുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറി മാറി വരുമ്പോൾ നാം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അതിലെ ഗുണപാഠങ്ങളും അതിൻ്റെ അന്തസത്തയും അതിൻ്റെ സന്ദേശങ്ങളുമാണ്. അല്ലാതെ അതിൻ്റെ ആചാരങ്ങളും ചടങ്ങുകൾ മാത്രമല്ല. അതെന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ്. ബലിപെരുന്നാളിന് മനുഷ്യർക്ക് നൽകുവാനുള്ള ഒന്നാമത്തെ സന്ദേശം മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, അല്ലേ? മനുഷ്യർ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും യോജിപ്പിലും വർത്തിക്കണം എന്നുള്ള സന്ദേശം. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മെനക്കെടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ സന്ദേശം വളരെ പ്രസക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖാതഉ വലാ തബാഗളു വലാ തഹാസദു, നിങ്ങൾ പരസ്പരം ബന്ധം വിച്ഛേദിക്കരുത്, നിങ്ങൾ വിദ്വേഷം വ്യാപിപ്പിക്കരുത്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹിൻ്റെ അടിയാന്മാരായി സാഹോദര്യത്തോടെ സന്തോഷത്തോടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എന്നാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. മനുഷ്യരോടും ജീവജാലങ്ങളോടും കരുണ കാണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം അതാണ്. രണ്ടാമതായി ഈദിന് പറയാനുള്ള സന്ദേശം സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സന്ദേശമാണ്, അല്ലേ? ആദർശത്തിൻ്റെ ആൾരൂപമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിരുദ്ധമായി നിന്ന് സർവ്വതും ത്യജിക്കുവാൻ തയ്യാറായതിൻ്റെ ഓർമ്മകളാണ് നമ്മൾ പുതുക്കുന്നത്. സ്വന്തം പിതാവ്, പിറന്നു വീണ നാട്, വീട്, പ്രിയ മകൻ എല്ലാം, അദ്ദേഹത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഓ ഇബ്രാഹിം, നീ അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടണമെന്ന് അള്ളാഹു പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തന്നെ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ബലികർമ്മത്തിന് കീഴ്പ്പെടുകയാണ്. യാ അബതി ഫൽമാ തുമർ സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പ്രിയ പിതാവേ, അള്ളാഹു നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നടപ്പിൽ വരുത്തുക, ഞാൻ പൂർണ്ണമായും അതിന് വിധേയനായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുവാനും ബലി കഴിക്കുവാനുമുള്ള ഉന്നതമായ ആദർശ വിധാനത്തിലേക്കാണ് ഇബ്രാഹിം നബി ഉയർന്നത്. അങ്ങനെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന നാം ഉൾക്കൊള്ളേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും ഇസ്മായിൽ നബിയുടെയും ഈ സമർപ്പണ ബോധമാണ് എന്നാണ്. ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ജീവിതം പരിശോധിച്ച് അള്ളാഹു ഒഴിവാക്കണമെന്ന് പറഞ്ഞ വല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഈ ബലിപെരുന്നാളിൽ ബലി കഴിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാവണം. ഇന്ന് നമ്മൾ പലതിൻ്റെയും അടിമകളാണ്. നമുക്കൊരുപാട് യജമാനന്മാരുണ്ട്. ചിലർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാണ്. ചിലർ ലൈംഗിക വൈകൃതത്തിന് വ്യഭിചാരത്തിന് അടിമയായ ആളുകളാണ്. പലിശ വാങ്ങുന്നവരുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് അടിമയായവർ, സോഷ്യൽ മീഡിയ ദുരുപയോഗപ്പെടുത്തുന്നവർ, അതുപോലെ തന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം തന്നെ ഈ ബലി വരുന്ന സുദിനത്തിൽ ബലി കൊടുക്കുവാൻ നമ്മൾ ആവണം. ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബലി പെരുന്നാളിന് പറയുവാനുള്ളത് അസ്ലിം എന്നാണ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞ അതേ വാചകം. അസ്ലിം, നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ഈ അള്ളാഹുവിന് കീഴ്പ്പെടണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ മതത്തിൽ പ്രവേശിക്കണം. നിങ്ങളുടെ എല്ലാവിധ ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങൾ ഒഴിവാക്കണം എന്ന അള്ളാഹു കൽപ്പിച്ച പൂർണ്ണമായ രൂപത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൽപ്പനകൾ അനുധാവനം ചെയ്ത് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. വമൻ അസ്ലമു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. തൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തിയവനേക്കാൾ നന്മ പ്രവർത്തിക്കുന്നവൻ മറ്റാരാണ് ഉള്ളത്? തന്നെ മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനേക്കാൾ ഉത്തമനായിട്ട് മറ്റാരാണ് ഉള്ളത്? എന്നിട്ട് അവൻ വഹുവ മുഹ്സിനുൻ, സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും പ്രവർത്തിച്ചു. അള്ളാഹുവിന് പൂർണ്ണമായും വിധേയനായി അതിൽ നിന്നും ഉത്ഭൂതമായ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു. ഇബ്രാഹിം നബിയുടെ മാർഗം ഋജുവായും കൊണ്ട് പിൻപറ്റിയവനേക്കാൾ നല്ല മതം സ്വീകരിച്ചവൻ പിന്നെ ആരാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് ഇബ്രാഹിമി മില്ലത്ത്. നാം ബലിപെരുന്നാളിന് ബലിമൃഗത്തെ അറക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. ഓരോ ബലിമൃഗങ്ങളും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്: എനിക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു എന്നോട് ഇപ്പോൾ ഒരു മൃഗത്തെ അറുക്കാനാണ് പറഞ്ഞത്. അതിലപ്പുറം വല്ലതും കൽപ്പിച്ചിരുന്നുവെങ്കിൽ അതും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ബലിമൃഗത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ലൻ യനാലല്ലാഹ ലുഹൂമഹാ വലാ ദിമാഅഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലിമൃഗത്തെ നിങ്ങൾ ബലി നൽകുമ്പോൾ അതിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല, മറിച്ച് ആ ഒരു പ്രവർത്തനത്തിലുള്ള തഖ്വയും ഈമാനുമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലിപെരുന്നാളുടെ സന്ദേശം ദൈവവിരുദ്ധമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ്. മൂന്നാമതായി ഈദുൽ അദ്ഹയ്ക്ക് നൽകാനുള്ള സന്ദേശം ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. എല്ലാതരം ബന്ധങ്ങളും സുദൃഢമായി സൂക്ഷിക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. കുടുംബ ബന്ധം, അയൽപ്പക്ക സുഹൃത്ത് ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, അധ്യാപക ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും പുതുക്കുക എന്നുള്ളതാണ്. ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടി ഹസ്തദാനം ചെയ്തുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഹ്മാൽ, എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നുള്ള സന്ദേശം കൈമാറി പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹങ്ങൾ പങ്കിടുകയാണ് അവിടെ ചെയ്യുന്നത്. പരസ്പരമുള്ള തെറ്റുകൾ മറന്നിട്ട് അവന്
സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറുകയാണ്. മാമിൻ മുസ്ലിമിൻ യൽതഖിയാനി വയതസാഫഹാനി ഇല്ലാ ഗുഫറ ലഹുമാ ഖബ്ല അൻ യഫ്തരിക. രണ്ടാളുകൾ കണ്ടുമുട്ടി മുസാഫാത്ത് ഹസ്തദാനം നൽകി എന്നിട്ട് വിശേഷങ്ങൾ കൈമാറിയിട്ട് പോകുമ്പോൾ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇന്ന് നമുക്കറിയാം, മുമ്പെങ്ങാനും ഇല്ലാത്ത വിധം കുടുംബങ്ങൾ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. വിവാഹ ജീവിതത്തിന് വൈമുഖ്യം കാണിക്കുന്ന പെൺകുട്ടികൾ ഒരു വശത്ത്, വിവാഹിതരായാൽ കുറഞ്ഞ കാലം കൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോകുന്നത് മറുവശത്ത്. ഇന്ന് നമ്മൾ ഏതൊരു കുടുംബ കോടതിയിൽ പോയി നോക്കിയാലും നമുക്കവിടെ കാണാൻ കഴിയുന്നത് വിവാഹബന്ധം വേർപ്പെടുന്ന വിവാഹബന്ധത്തെ പ്രശ്നങ്ങളാണ്, അതിനുവേണ്ടി കേസുകളാണ്. അതിൽ 90% മുസ്ലിങ്ങളുടെ കേസുകളാണ്, മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം കുടുംബജീവിതത്തിൽ പരസ്പരം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നില്ല എന്നാണ്. ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും മനസ്സുകൾ കൊണ്ട് അകന്നു പോയവർ. ഇവർക്ക് വീടിന് പുറത്തു പോകുമ്പോഴാണ് മനസ്സിന് സന്തോഷം കിട്ടുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമില്ല. ആ രൂപത്തിലേക്ക് അവരുടെ മനസ്സ് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെയാണ് ഇബ്രാഹിം നബിയുടെ കുടുംബജീവിതം നമുക്ക് മാതൃകയാകുന്നത്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ ബീബി, ഇസ്ഹാഖ് തുടങ്ങിയ കുടുംബത്തിൻ്റെ സ്നേഹബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ അഗാധമായ സ്നേഹബന്ധങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? തുല്യതയില്ലാത്ത സ്നേഹബന്ധം. താനും തൻ്റെ കുഞ്ഞും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോവുകയില്ല എന്ന് ഹാജറ ബീബി മനസ്സിലാക്കിയത് തൻ്റെ ഭർത്താവിലുള്ള അവരുടെ വിശ്വാസമാണ്, ദൃഢമായ വിശ്വാസമാണ്. ഒരിക്കലും എൻ്റെ ഭർത്താവ് അരുതാത്തത് പ്രവർത്തിക്കുകയില്ല, അള്ളാഹുവാണോ നിങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന മറുപടിയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. ഭർത്താവിലുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, അള്ളാഹുവുള്ള തവക്കുൽ, ഇത് രണ്ടും ഹാജറ ബീവിക്കുണ്ടായത് കൊണ്ടാണ് അവർ ഏകയായി ആ മരുഭൂമിയിൽ താമസിക്കുവാൻ തയ്യാറായത്. ബലിക്കല്ലിൽ കിടത്തി കഴുത്തിൽ കത്തിവെക്കുമ്പോൾ മുഖത്ത് ഒരു കഷ്ണം തുണി ഇടണമെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുവാനുള്ള കാരണം പിതാവിനോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ, പിതാവിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത് കൊണ്ടാണ്. പിതാവിൻ്റെ സ്നേഹം മൂലം തൻ്റെ മുഖം കണ്ടാൽ ബലികർമ്മത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പിതാവിനോട് തൻ്റെ മുഖത്ത് ഒരു കഷ്ണം തുണി ഇടണമെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ആ ഒരു ബന്ധം, ആ സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന പാഠമാണ് ബലിപെരുന്നാളിന് നമുക്ക് നൽകുവാനുള്ള വലിയ സന്ദേശം. മറ്റൊരു വലിയ സന്ദേശം നാം മുഴക്കിയ തക്ബീറിൻ്റെ ആശയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന, ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന അവസരങ്ങളാണ് പെരുന്നാൾ സുദിനങ്ങൾ എന്നാണ്. അള്ളാഹുവിന് നമ്മെ സമർപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവൻ സർവശക്തനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് പെരുന്നാൾ എന്നുള്ളത്. ഏറ്റവും മഹാനും ഉന്നതനും അള്ളാഹുവാണ് എന്നുള്ള പ്രഖ്യാപനം. എൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ധനം, വീട്, കച്ചവടം എല്ലാം അള്ളാഹുവിന് ശേഷമാണ്. നമുക്ക് വലിയത് എന്ന് തോന്നിയതൊന്നും വലിയതല്ല എന്ന് തിരിച്ചറിയുന്ന പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം. അള്ളാഹുവാണ് വലിയവൻ എന്ന്. ആര് എന്നെ കൈവടിഞ്ഞാലും എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഈ തക്ബീറിലൂടെ നമ്മൾ പറഞ്ഞത്. അള്ളാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹുവാണ് മഹാൻ, സർവസ്തുതിയും അള്ളാഹുവിനാണ്, സർവ പ്രകീർത്തനങ്ങളും അവനുള്ളതാണെന്നുള്ള പ്രഖ്യാപനമാണ്. ഈ ഒരു വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലെറിയപ്പെട്ടപ്പോഴും മൂസാ നബി അലൈഹി സ്വലാം ചെങ്കടലിനും ഫിർഔനിനും ഇടയിൽ അകപ്പെട്ടപ്പോഴും അവർക്കുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് എന്താണ്? കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എന്നെ സന്മാർഗത്തിലാക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നാണ്. ബഹുദൈവ വിശ്വാസത്തിൻ്റെ നിരർത്ഥകതയും യുക്തിയില്ലായ്മയും വളരെ ലളിതവും സുന്ദരവുമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക്
വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഭരണകർത്താവ് നമ്രൂദ് പുരോഹിതന്മാരും ചേർന്ന് ഇബ്രാഹിം നബിയെ നേരിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അല്ലേ. തീയിൽ ഓമിക്കുവാൻ തയ്യാറായി. ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഭരണവർഗവും പുരോഹിതരും ഒന്നായി പ്രവർത്തിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഭരണവർഗം വോട്ട് ലഭിക്കാൻ വേണ്ടി പുരോഹിതവർഗന്മാരുടെ അവരുടെ തിണ്ണകൾ നിരങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഇത്തരം ജൽപ്പനങ്ങൾക്കെതിരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന മാർഗത്തിലൂടെ പടപൊരുതാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദിൻ്റെ പാന്താവിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ബലിപെരുന്നാൾ സന്ദേശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് പ്രവർത്തിച്ചത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. വജുനുബിനി വബനിയാൻ നാബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തേണമേ എന്നുള്ള പ്രാർത്ഥന. ബലിപെരുന്നാളിൻ്റെ വലിയൊരു സന്ദേശം, മറ്റു വലിയൊരു സന്ദേശം യുവസമൂഹത്തോടാണ്. യുവത്വം മുഴുവൻ വിശ്വാസരംഗത്ത് സമരം ചെയ്യാൻ മാറ്റിവെച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഇന്നത്തെ യുവതലമുറക്ക് മാതൃകയുണ്ട് എന്നാണ്. മതത്തെയും മതവിശ്വാസത്തെയും വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. ലിബറലിസത്തിലും ദൈവനിരാശത്തിലും പെട്ട് വിശ്വാസത്തിൽ നിന്നും മാറി നടക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു സമൂഹമാണ് എന്നുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടുകളും ആഭാസങ്ങളും പ്രവർത്തിക്കാൻ മടി കാണിക്കാത്ത സമൂഹം. ഈ ഒരു സമൂഹത്തെ ഇബ്രാഹിം നബി കാണിച്ചു തന്ന മാതൃകയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാവണം. ഇബ്രാഹിം നബി കറകലഞ്ഞ തൗഹീദിൻ്റെ ആശയം യുവാവായിരിക്കുമ്പോൾ തന്നെ, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അതിനു വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. യുക്തിഭദ്രമായ രൂപത്തിൽ അദ്ദേഹം സമൂഹത്തിന് മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും അത് സമർപ്പിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ യുവതലമുറ ഇന്ന് ലഹരി മാഫിയയുടെ കരാള ഹസ്തങ്ങളിൽ അമർന്നിരിക്കുന്ന കാലഘട്ടമാണ്. നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ലഹരിക്ക് അടിമപ്പെട്ടവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ്. നമ്മുടെ യുവാക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു തിന്മക്കെതിരെ മുഴുവൻ ആളുകളും ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. പെരുന്നാൾ സുദിനത്തിലെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പേരിൽ മുസ്ലിം യുവാക്കൾ പോലും ഇന്ന് ലഹരിയിലേക്കും മദ്യത്തിലേക്കും തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഈ മാഫിയയുടെ പ്രവർത്തനം വളരെയധികം സുശക്തമായി വളരെയധികം വ്യാപിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അതിനെതിരെ പ്രത്യേകമായ ഒരു പോലീസ് നടപടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമാണ്. തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. അത് വളരെയധികം സ്വാഗതാർഹമാണ്. അതുമായി സഹകരിച്ച് കേരളത്തെ മദ്യമുക്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകം സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചാണ്. യുദ്ധം കൊണ്ടും മറ്റും അവർക്ക് നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലേ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യഥാർത്ഥത്തിലുള്ള ഈദ് അദ്ഹ ആഘോഷിക്കാൻ പറ്റുന്നില്ല. മൃഗബലി പല സ്ഥലത്തും അത് നിരുത്സാഹപ്പെടുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി, ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. അതുപോലെ തന്നെ ശയ്യാവലംബികളായ രോഗികൾ, വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന പ്രായമായ ആളുകൾ, ജയിലുകളിൽ അടക്കപ്പെട്ട നിരപരാധികളായ ആളുകളുടെ കുടുംബങ്ങൾ, ഇവരെയൊക്കെ നാം ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസരമാണിത് അല്ലേ. നമ്മുടെ പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും അവരുടെ ഖബറുകൾ സന്ദർശിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്. ഈ രൂപത്തിൽ ഫലവത്തായ രൂപത്തിൽ ഈദുൽ അദ്ഹ ആഘോഷിക്കുവാനും അതിന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. റബ്ബ് അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് തെരുമാറാവട്ടെ.
നമ്മുടെ അമലുകൾ അള്ളാഹു സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.